മലയാളി വാർത്ത ഹിഡൻ എന്ന ചാനലിലേക്ക് സ്വാഗതം. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഇന്തോ പാക് യുദ്ധത്തിൽ പാകിസ്ഥാൻ ആർമിയെ നയിച്ചത് ജനറൽ അസിം മുനീർ എന്ന് പറയുന്ന ആളായിരുന്നു. അസിം മുനീർ അത് ഭംഗിയായിട്ട് നിർവഹിച്ചതിന്റെ പേരിൽ യുദ്ധം കഴിഞ്ഞ ഉടനെ ജനറലിനെ പാകിസ്ഥാൻ ഗവൺമെന്റ് ഫീൽഡ് മാർഷലായിട്ട് ഉയർത്തി. ഇന്ത്യക്ക് ഇതുവരെ 2 ഫീൽഡ് മാർഷൽമാരാണ് ഉണ്ടായിരുന്നത്. ആദ്യത്തേത് ഫീൽഡ് മാർഷൽ മനക്ഷയായിരുന്നു. 71 ബംഗ്ലാദേശ് യുദ്ധകാലത്ത് ഇന്ത്യയെ നയിച്ചു. ഇന്ത്യയെ വിജയിപ്പിച്ചതിൻ്റെ പേരിൽ കൊടുത്തത്. പിന്നീട് ജനറൽ കരിയപ്പയ്ക്കും അതേ സ്ഥാനം കൊടുത്തു. കാരണം കരിയപ്പ ഇന്ത്യ കണ്ടയിലെ ഏറ്റവും നല്ലൊരു സൈന്യാധിപനായിരുന്നു. നിങ്ങൾ അസിം മുനീറിന് ഫീൽഡ് മാർഷലെ കൊടുത്തപ്പോൾ ഇന്ത്യയിലുള്ള പലരും അതിനെയൊക്കെ കളിയാക്കി പറഞ്ഞു. യുദ്ധം തോറ്റതിൻ്റെ പേരിലാണ് കൊടുത്തത്. അപ്പം യുദ്ധം ജയിച്ചതാണോ തോറ്റതാണോ എന്നുള്ളത് അവരുടെ അസസ്മെന്റ് എൻ്റെ ഡിഫറൻറ്റാണ്. എൻ്റെ കാഴ്ചപ്പാടിലും യുദ്ധം അവരാണ് ജയിച്ചത്. നമ്മൾ കുറേ ആക്രമണം നടത്തി കുറേ പ്രദേശങ്ങളിൽ കുറച്ച് ബോംബൊക്കെ അവിടെ ഇട്ടുന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ ആൾനാശത്തിലും ധനനഷ്ടത്തിലും ഇന്ത്യക്കാണ് കൂടുതൽ ഡാമേജ് വന്നത്. ഇന്ത്യയുടെ ഡാമേജ് അറിയണമെങ്കിൽ ജമ്മു കാശ്മീരിലെ ഊറി, പൂഞ്ച് എന്നീ സ്ഥലങ്ങളിലൊക്കെ ഗ്രാമങ്ങളിൽ പോയി അന്വേഷിച്ചാലേ അറിയത്തുള്ളൂ. അവിടെയുള്ള ജനങ്ങൾ അനുഭവിച്ച എത്ര ജീവഹാനി വന്നു, എത്ര വീടുകൾ തകർന്നു. ഇതിനെപ്പറ്റിയുള്ള ഒരു വാർത്തയും ഇന്ത്യയിൽ വന്നിട്ടില്ല. ഈ വാർത്തകളെ മുക്കി വെച്ചത് കൊണ്ടാണ് ഗവൺമെന്റ് പറയുന്നതാണ് സത്യം എന്നും പറഞ്ഞ് എല്ലാവരും കൊട്ടുഘോഷിക്കും. അപ്പം അതവിടെ നിൽക്കട്ടെ. യുദ്ധം ജയിച്ചു. യുദ്ധം ജയിച്ചതിൻ്റെ പേരിൽ അല്ല, യുദ്ധം നന്നായിട്ട് കണ്ടക്ട് ചെയ്തതിൻ്റെ പേരിലാണ് ജനറൽ അസിം മുനീറിന് ഫീൽഡ് മാർഷൽ കൊടുത്തത്. ഈ അസിം മുനീർ കഴിഞ്ഞ ആഴ്ച അമേരിക്കൻ പ്രസിഡന്റ് വിളിച്ച് അവിടെ വിരുന്നൊക്കെ കൊടുത്തു. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി G7 സമ്മിറ്റിന് കാനഡയിൽ ചെന്നിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയെ വിരുന്നിന് വിളിച്ചോ ഇല്ലയോ എന്നുള്ളത് ഇതുവരെ വിളിച്ചിട്ട് വന്നില്ല. പക്ഷെ ജനറൽ മുനീറിന് വിരുന്ന് കൊടുത്തെന്ന് അറിഞ്ഞതേ മോദിയും പറയാൻ തുടങ്ങി, എന്നെയും വിളിച്ചായിരുന്നു, ഞാൻ പോയില്ല. എന്നാൽ എന്തുകൊണ്ട് അത് വന്ന ഉടനെ, ഇന്ത്യയിൽ വന്ന ഉടനെ പറഞ്ഞില്ല? അപ്പം മുനീറിനെ ആദരിച്ചു, മോദി ആദരിച്ചില്ല എന്ന് വന്നതുകൊണ്ടാണ് അതിനെ ന്യായീകരിക്കാനായിട്ട് ഇപ്പോൾ പറയുന്നത്. അപ്പം ഈ ന്യായീകരണം കൊണ്ടൊന്നും കാര്യമില്ല. എന്തുകൊണ്ട് പാകിസ്ഥാൻ ജനറലിനെ ആദരിക്കുന്നു എന്നുള്ളത് നമ്മൾ ചരിത്രത്തിലോട്ട് കുറേ പുറകോട്ട് പോകണം. രണ്ടാം ലോകമായ യുദ്ധം കഴിഞ്ഞ് ലോകത്തുള്ള രാജ്യങ്ങൾ എല്ലാം 2 ചേരികളിലായി. ഒന്ന് അമേരിക്കൻ ബ്ലോക്കും മറ്റത് റഷ്യൻ ബ്ലോക്കും. അപ്പം അമേരിക്ക യൂറോപ്പിനെ റഷ്യയിൽ നിന്നുള്ള ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ടാണ് നാറ്റോ സഖ്യമുണ്ടാക്കിയത്. അതേപോലെ ചൈനീസ് കമ്മ്യൂണിസം ഇരച്ചു കയറാതെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിന് വേണ്ടിയിട്ടായിരുന്നു സിയാറ്റോ എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കിയത്. അതിൽ ഫിലിപ്പൈൻസ്, ഇന്തോനേഷ്യ, തായ്ലൻഡ് ഇങ്ങനെയുള്ള സൗത്ത് ചൈന സീയിലുള്ള രാജ്യങ്ങളും പിന്നെ പാകിസ്ഥാനും അതിലംഗമായിരുന്നു. പാകിസ്ഥാനെ അംഗത്വത്തിൽ ചേർക്കാൻ പ്രത്യേക കാരണമുണ്ട്. കാരണം അന്ന് ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഈ സൗത്ത് ചൈന സീയോട് തൊട്ട് കിടക്കുന്ന രാജ്യമാണ്. അപ്പോൾ ആ കെയർ ഓഫിലാണ് അന്ന് പാകിസ്ഥാനെ സിയാറ്റോയിൽ അംഗമാക്കുന്നത്. ഇന്ത്യ അന്ന് തൊട്ടേ ചേരിചേരാ നയം എന്ന് പറഞ്ഞൊരു നയമാണ് തുടർന്ന് പോകുന്നത്, നോൺ അലൈൻഡ് മൂവ്മെന്റ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇന്ത്യക്കാരെ അതിലെ ഈ നോൺ അലൈൻഡ് മൂവ്മെന്റുള്ള രാജ്യക്കാരെയൊന്നും ആർക്കും വേണ്ട. പാകിസ്ഥാനാണെങ്കിൽ അമേരിക്കയ്ക്ക് മിലിറ്ററി ബേസസ് ഒക്കെ അത്യാവശ്യം വേണ്ട ഘട്ടങ്ങളിൽ കൊടുക്കും. അതേസ്ഥാനത്ത് ഇന്ത്യയിൽ അമേരിക്കയോട് ഒരു യുദ്ധവിമാനം വന്നിറങ്ങിയാൽ തന്നെ ഇവിടെ ഭയങ്കര കോലാഹലമാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം പോയി, ഇന്ത്യ കീഴടങ്ങി എന്നും പറഞ്ഞ് ഇവിടെ കുറേ ചൈനീസ് പാർട്ടിയുണ്ട്, കുറേ അല്ലാത്ത പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട്. ഇവരൊക്കെ കിടന്ന് ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ ഈ പാകിസ്ഥാൻ ബേസ് ഉപയോഗിച്ചാണ് അഫ്ഗാനിസ്ഥാനിൽ 1980കളിൽ അഫ്ഗാനിലോട്ട് USSR, അതായത് ഇന്നത്തെ റഷ്യ, അന്ന് ഇരച്ചു കയറി അത് കീഴ്പ്പെടുത്തിയപ്പോൾ അവരെ പുറത്ത് ചാടിക്കാനായിട്ടുള്ള തീവ്രവാദം എന്ന് പറയാൻ മേല, അവിടുത്തെ പോരാളികൾ ഭരിക്കുന്ന ഈ സോവിയറ്റ് യൂണിയൻ്റെ അധിനിവേശത്തെ എതിർത്ത ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു യുദ്ധം അമേരിക്ക നയിച്ചു. അമേരിക്കയുടെ അതിലെ ഫ്രണ്ട് ആയിരുന്നു, മുന്നണിയിലുള്ളതായിരുന്നു പാകിസ്ഥാൻ. അപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് വേണം ആയുധങ്ങൾ
എത്തിക്കാൻ പാകിസ്ഥാനിൽ വേണോ ട്രെയിനിങ് കൊടുക്കാൻ. അങ്ങനെ പാകിസ്ഥാൻ സഹായിച്ചിട്ടുണ്ട്. ഈ പാകിസ്ഥാൻ ആദ്യകാലങ്ങളിൽ തൊട്ടേ അമേരിക്കയ്ക്ക് സഹായിക്കുന്നത് കൊണ്ടാണ് 71 ബംഗ്ലാദേശ് യുദ്ധകാലത്ത് പാകിസ്ഥാനും കൂടെ പടിഞ്ഞാറൻ പാകിസ്ഥാനും കൂടെ ഇന്ത്യ പിടിച്ചെടുക്കുമെന്ന് പേടിച്ചപ്പോഴാണ് 7ാം കപ്പൽപ്പടയെ ഇന്ത്യൻ സമുദ്രത്തിലേക്ക് അയച്ച് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുകയും ഇന്ത്യ യുദ്ധം നിർത്തുകയും ചെയ്തു. ഇന്ത്യ വേഗം ഭീഷണിക്ക് വിധേയമാകുന്ന ഒരു രാജ്യമാണ്. അതാണ് ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിലും കണ്ടത്. അമേരിക്ക പിടിച്ചൊന്ന് കണ്ണുരുട്ടി, ഇന്ത്യ വെടി ഉടനെ നിർത്തി. അപ്പോൾ ഈ 71 കഴിഞ്ഞിട്ട് ഈ അഫ്ഗാൻ യുദ്ധകാലത്തും പാകിസ്ഥാനായിരുന്നു അവരുടെ സപ്പോർട്ട്. പിന്നെ ഇറാഖ് യുദ്ധകാലത്ത്, ഈ ഇറാഖ് യുദ്ധത്തിന് സമയത്തും ഇവരുടെ ബേസ് പാകിസ്ഥാനിലുള്ള എയർഫോഴ്സ് അമേരിക്കൻ എയർഫോഴ്സിനോട് ഇറങ്ങിയും കയറി ഇന്ധനം നിറക്കി, ഇങ്ങനെ പല ആവശ്യങ്ങൾ വരും. അവിടുന്ന് ആക്രമണങ്ങൾ ലോഞ്ച് ചെയ്തില്ലെങ്കിൽ അപ്പം അതിനും പാകിസ്ഥാൻ സഹായിക്കും. ഒസാമ ബിൻ ലാദൻ എന്ന് പറഞ്ഞവൻ അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമിച്ച് നശിപ്പിച്ചപ്പോൾ വിമാനം കയറ്റി ഇടിച്ച് നശിപ്പിച്ചു. അയാൾ ഒളിവിൽ താമസിച്ചതും ആദ്യകാലത്ത് അഫ്ഗാനിസ്ഥാനിലായിരുന്നു. ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാനി വന്ന് താമസിച്ചു. പാകിസ്ഥാനി വെച്ചിട്ടാണ് അയാളെ അമേരിക്ക ഒരു സർജിക്കൽ സ്ട്രൈക്കിലൂടെ വകവരുത്തിയത്. അതിനും പാകിസ്ഥാൻ കൂട്ടുനിന്നു. പാകിസ്ഥാൻ ഇങ്ങനെ ക്രിട്ടിക്കൽ സ്റ്റേജസിലെല്ലാം അമേരിക്കയുടെ അല്ലെ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഉറ്റ തോഴനാണ്. അതുകൊണ്ടാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് നോക്കുന്നത്, ലോകമെമ്പാടുമുള്ള എല്ലാ രാജ്യങ്ങളിലും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തു. അവർ തീവ്രവാദത്തെ അപലപിച്ചിട്ടുണ്ട്, പക്ഷേ അത് പാകിസ്ഥാൻ ഉത്തരവാദിയാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇസ്രായേൽ മാത്രമേ അന്ന് ഇന്ത്യയിലെ സപ്പോർട്ട് ചെയ്തുള്ളൂ പരസ്യമായിട്ട്. റഷ്യ അവിടെയല്ല ഇവിടെയല്ലാത്ത രീതിയിൽ കളിച്ചു. ഇപ്പോൾ ഇസ്രായേലും ഇറാനുമായിട്ട് ചൂടേറിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അമേരിക്കയ്ക്ക് ഇടപെടണമെങ്കിൽ അമേരിക്ക പല യുദ്ധമുഖങ്ങളിൽ നിന്നായിരിക്കും അവിടെ ആക്രമണം നടത്തുക. അതിനവർക്ക് ഇറാഖിൽ ബേസ് ഉണ്ട്, സൗദി അറേബ്യയിലുണ്ട്, കുവൈറ്റിലുണ്ട്, ടർക്കിയിലുണ്ട്, പാകിസ്ഥാനിലുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ്റെ ഒരു ഫുൾ സപ്പോർട്ട് അവിടെ കിട്ടണം. അതിനാണ് ജനറൽ മുനീറിനെ വിളിച്ച് അവിടെ ആദരിക്കുകയും ബഹുമാനിക്കുകയും പിന്നെ സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുകയും മുനീറിൻ്റെ അഭിപ്രായം അല്ലെ മുനീറിനോട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു പ്ലാനിങ് നടത്തിക്കാണ് ട്രംപ്. അപ്പം അതിനുവേണ്ടി അത് ഇന്ത്യയെ അവിടെ പിടിച്ച് ആദരിച്ചിട്ട് ഒരു കാര്യവും നേടാനില്ല, നത്തിങ്. ഇന്ത്യക്ക് അവരുടെ സഹായം ആവശ്യമുള്ളൂ. ഇപ്പോൾ ചൈന എപ്പോഴേലും അവിടെ കയറി അടിക്കുമ്പോൾ ഈ അമേരിക്കയുടെയൊക്കെ സപ്പോർട്ട് വേണം, ആയുധം വേണം, സാറ്റലൈറ്റ് എന്നുള്ള ഇമേജ് വേണം, എല്ലാം വേണം. തിരിച്ചങ്ങോട്ട് അതുപോലെ നമ്മളില്ല. അതുകൊണ്ട് നമ്മളെ അത്ര ഒരു വില കൊടുത്ത് ആരും ഒരു യൂറോപ്യൻ രാജ്യങ്ങളും നമ്മളെ അംഗീകരിക്കത്തില്ല. ഈ മോദി വന്നതിൽ പിന്നെ അറ്റ്ലീസ്റ്റ് കുറേ ഇന്ത്യക്കൊരു പ്രസ്റ്റീജൊക്കെ ഉയർന്നിട്ടുണ്ട്. എല്ലാ രാജ്യങ്ങളിലും പോയി അവിടുത്തെ ഡയസ്പോറ ഇന്ത്യൻ വംശജരെയൊക്കെ കണ്ട് സംസാരിച്ചൊക്കെ എല്ലാ രാജ്യങ്ങൾക്കും വളരെ ഇമ്പ്രസീവായ കാര്യമാണ്. പക്ഷെ മോദിക്കൊരു അടി തെറ്റിയത് അമേരിക്കയിലെ ഇലക്ഷന് മുമ്പായിട്ട് കഴിഞ്ഞ കൊല്ലം അവിടെ സന്ദർശിച്ചപ്പോൾ ട്രംപിനെ പോയി കണ്ടില്ല. അതുകൊണ്ടാണ് ട്രംപ് ഇപ്പം മോദിയെ എടുത്ത് കരിയാപ്പില പോലെ എടുത്ത് പുറത്ത് കളഞ്ഞത്. അതുകൊണ്ട് മോദിക്ക് ഒരു ചമ്മലാണ്. അല്ലെ മോദി ഇതുപോലെ ഗ്ലാമറിലൊന്നും ആയിരിക്കുകയില്ല. കാനഡയിലെ ജീസസ് സമ്മിറ്റിന് പോയിട്ട് വന്ന് അവിടെയൊക്കെ ഇന്ത്യൻ ഡയസ്പൊറയൊക്കെ മീറ്റ് ചെയ്ത് ഇളകി മറിച്ചേനെ. പക്ഷെ അതൊന്നും പറ്റിയില്ല. എന്ന് വെച്ചാൽ ഇപ്പം ആ പഴയ വെയിറ്റേജ് ട്രംപിൻ്റെ മുന്നേ കിട്ടത്തില്ല. ട്രംപ് ഫുൾ സപ്പോർട്ടും ഫുൾ കാര്യങ്ങളും എല്ലാം പാകിസ്ഥാൻ മുഖേനയെ നടത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കിടന്ന് നമ്മുടെ ഡിപ്ലോമസിയുടെ പരാജയമാണ്, മോദിയുടെ പരാജയമാണെന്ന് ഈ ഇറ്റാലിയൻ കോൺഗ്രസ്സുകാർ മാത്രമേ പറയത്തുള്ളൂ, പിന്നെ ചൈനീസ് പാർട്ടി. ഇതൊന്നും പരാജയമല്ല. എല്ലാ രാജ്യങ്ങൾക്കും അവരുടേതായ ഒരു രാജ്യതന്ത്രജ്ഞയുണ്ട്. അവർക്ക് ലോങ് ടേം, ഷോർട്ട് ടേം. ലോങ് ടേമിൽ സഹായിക്കുന്ന അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് വേണ്ട രാജ്യങ്ങളെ അവർ കൂടുതൽ ബഹുമാനിക്കും, കൂടുതൽ ആദരിക്കും. അതിന് നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അത് നമ്മളോടുള്ള ഡിസ്റെസ്പെക്റ്റ് കൊണ്ടല്ല, നമ്മളെക്കാളും കൂടുതൽ ആവശ്യം അവരെയാണ്. ഇപ്പോൾ നമ്മളെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ രണ്ട് ആൾക്കാർ കണ്ടിട്ട് നമ്മുടെ ഒരു സ്നേഹിതൻ നമ്മുടെ ഒരു ശത്രുവിൻ്റെ ഇടയിൽ നിന്ന് സംസാരിക്കുന്ന കണ്ടാൽ ഉടനെ നമുക്ക് ഭയമാണ്, അവന് എൻ്റെ കുറ്റമായിരിക്കും പറയുന്നത്. അങ്ങനെ 2-3 തവണ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സ്നേഹിതൻ പിന്നെ നമ്മുടെ സ്നേഹിതൻ അല്ലാതായി. അതുപോലെ നമ്മുടെ ഇന്ത്യക്കാരുടെ മൊത്തത്തിലുള്ളൊരു ബിഹേവിയർ. പാകിസ്ഥാനിന് ആയുധം എവിടെയെങ്കിലും മേടിച്ച ഉടനെ ഇവിടെ കിടന്ന് ബഹളമായിരിക്കും, മറ്റേ ആയുധം കൊടുക്കുന്ന രാജ്യത്തെ കൊടുക്കരുതെന്നും പറഞ്ഞു. നമ്മളെവിടെയെങ്കിലും ആയുധങ്ങൾ മേടിച്ച ഉടനെ പാകിസ്ഥാനും അവിടെ ചെന്നിട്ട് പറയും ഞങ്ങൾക്കും വേണം. ഇതൊരു പരസ്പരമുള്ള ഭയം മൂലമുള്ളതാണ്.
ഇതേപോലെ ഈ ലോകമഹാ യുദ്ധം എന്നും പറഞ്ഞ് എത്ര പേര് ആഘോഷിക്കുന്നു. എവിടെയെങ്കിലും 2 രാജ്യങ്ങൾ തമ്മിൽ തോക്കെടുത്തവരെ വെടിവെച്ച് കഴിഞ്ഞാൽ കുറേ തൊഴിലാളികൾ ഇറങ്ങും. ലോകമഹായുദ്ധം വരുന്നെന്ന് പറഞ്ഞു. നമ്മുടെ ഇപ്പോഴാണ് കേരളത്തിൽ ഉണ്ട് പല ഈ പാസ്റ്റർമാരും ഈ ബൈബിൾ പ്രസംഗിച്ച് നടക്കുന്നുണ്ടല്ലോ, അവർ ലോകമഹായുദ്ധം ആയിരക്കണക്കിന് തവണ കൊണ്ടുവന്നിട്ടുണ്ട്. ലോകാവസാനം എന്ന് പറയുന്നത് 10,000 കഴിഞ്ഞ 2000 വർഷത്തിനിടെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെയൊരു വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴേ ലോകാവസാനം വരും. എവിടെയെങ്കിലും ഉരുൾപൊട്ടൽ ഉണ്ടായാൽ മതി, ലോകാവസാനം വരുന്നു. എവിടെ രോഗം പൊട്ടിപ്പുറപ്പെട്ടാൽ മതി, ഇത് അവസാനത്തിൻ്റെയാണ്. യുദ്ധം പുറപ്പെട്ടാലും അവസാനം. ഇവർ ഈ ഭയം മറ്റുള്ളവരിലോട്ട് കുത്തിവെച്ചുമാണ് ഇവരുടെയൊക്കെ സർവൈവൽ. ഇങ്ങനെ സർവൈവ് ചെയ്യുന്നവർ എപ്പോഴും ഒരു 2 രാജ്യങ്ങളോ 2 3 പേരോ യുദ്ധം ചെയ്താൽ അത് മഹായുദ്ധമാകും. ലോകമഹായുദ്ധമൊന്നും അങ്ങനെ ഉടനെ വരാൻ പോകില്ല. അത് വരണമെങ്കിൽ അത് വരുമെന്നുള്ള ഭയം കൊണ്ടാണല്ലോ റഷ്യക്ക് യുക്രൈനിൽ ഇതുപോലെ ആക്രമണം നടത്താൻ പറ്റി. എന്നുവെച്ചാൽ യുക്രൈനെ ആരെങ്കിലും സഹായിച്ചാൽ ഞങ്ങൾ അവരെ നേരിടുന്നു റഷ്യ പറഞ്ഞു. അണുവായുധം കൊണ്ട് നേരിടുന്നു പറഞ്ഞു. എല്ലാവരും പേടിച്ചിരിക്കുക. എന്നാൽ ധൈര്യത്തിൽ ഇടപെട്ടായിരുന്ന ഒരു ചുക്കും സംഭവിക്കത്തില്ലായിരുന്നു. അണുവായുധം ഉപയോഗിക്കത്തില്ല, ഒന്നുമില്ല. റഷ്യ അവിടുന്ന് തൂത്തുവാരി പുറത്ത് കളയായിരുന്നു. പക്ഷെ ധൈര്യമില്ല. അപ്പൊ ധൈര്യമുള്ളവർ ആക്രമിക്കും, കീഴ്പ്പെടുത്തും. അതാണ് ഇപ്പോൾ റഷ്യ യുക്രൈനിൽ ചെയ്യുന്നത്, ഇസ്രായേൽ ഇറാനോട് ചെയ്യുന്നത്. ഇസ്രായേലിന് സർവൈവലിൽ വേണമെന്നുള്ള നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു യുദ്ധവും സമരമാണ് അവർ നടത്തുന്നത്. അതുകൊണ്ട് അവർക്ക് ഭയപ്പെട്ടിട്ട് കാര്യമില്ല. ഐദർ യു കിൽ ദോസ് ഹു ആർ ഗോയിങ് ടു കിൽ മീ. അത് നമ്മളെ നശിപ്പിക്കുമെന്ന് പറഞ്ഞവരെ ആദ്യം നശിപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ അതിന് രക്ഷ കാണാനുള്ള ഏക വഴി. അല്ലാതെ അവിടെ ഭയം മൂലം ലോകമഹായുദ്ധം ഉണ്ടാവും, അല്ല മറ്റൊന്നുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഈ ഇറാൻ ആണവായുധം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ റഷ്യയുടെ സ്വഭാവമായിരിക്കും. പിന്നെ അയലോക്കത്തുള്ള രാജ്യങ്ങളെയൊക്കെ അവർ കീഴടക്കാൻ തുടങ്ങി. ഈ ആണവായുധം കാട്ടി പേടിപ്പിക്കും. കൺവെൻഷണൽ വാർഫെയറിൽ അവർ ഭയങ്കര മിടുക്കന്മാരാണ്. 1000 10,000 മിസൈലും 10,000 ഡ്രോണുകളും എല്ലാം ഉണ്ടാക്കി ഇറാൻ മുഴുവൻ ഇതിൻ്റെ ശേഖരമാണ്. അപ്പം അവർ ഇറാഖ് ആക്രമിക്കും, അഫ്ഗാനിസ്ഥാൻ ആക്രമിക്കും, പാകിസ്ഥാൻ ആക്രമിക്കും, ഈ ഇസ്രായേൽ കൂടാതെ ഇങ്ങനെയുള്ള നൈബറിങ് കൺട്രീസിനൊക്കെ ആക്രമിച്ച് അവർ കീഴ്പ്പെടുത്തും. അപ്പോൾ അവരെ മുളയിലേ നുള്ളുക അണ്ടർ എനി കോസ്റ്റ്. അപ്പോൾ അതിന് വേണ്ട സപ്പോർട്ട് പാകിസ്ഥാനിൽ നിന്ന് വെസ്റ്റേൺ കൺട്രീസിൽ നിന്ന് അമേരിക്കയ്ക്കും കിട്ടും. അതുകൊണ്ട് പാകിസ്ഥാനി ജനറലിനെ ആദരിക്കുന്നതിന് ഇവിടെ കിടന്ന് ഒരു ബഹളവും വെക്കേണ്ട യാതൊരു ആവശ്യമില്ല. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.